ഹായ് നമസ്കാരം. തലപതി വിജയിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം പൊങ്കലിന് റിലീസിനെത്തുകയാണ്. ജനുവരി മാസത്തിൽ ഇനി ഏകദേശം 10-21 ദിവസമേ സിനിമ റിലീസ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തമിഴ് സിനിമയായിരിക്കും. അദ്ദേഹം ഇനി കുറച്ച് കാലത്തേക്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നീങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. ഇലക്ഷനൊക്കെ നിൽക്കാനും അതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തൻ്റേതായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാനും അദ്ദേഹം TVK എന്നുള്ള പേരിലുള്ള ഒരു വലിയൊരു പ്രസ്ഥാനം രൂപപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രസികൽ മണ്ഡലം, അതായത് ഫാൻസ് അസോസിയേഷൻ്റെ ടീമുകളാണ് അതിനു വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മുൻപേ തന്നെ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു സംഘടനയ്ക്ക് പറ്റിയ ഒരു ടീമായിട്ടാണ് ഇവരുടെ ഫാൻസ് അസോസിയേഷനെ വിലയിരുത്തിയിരുന്നത്. ഇപ്പോഴത് പ്രാവർത്തികമാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അതുപോലെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും പറയുന്ന ഒരു ലാസ്റ്റ് ഫിലിം കരിയറിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാവാനുള്ള സാധ്യതകൾ എന്ന് പറയപ്പെടുന്ന സിനിമയാണ് വരാനിരിക്കുന്ന ജനനായകൻ എന്ന ചിത്രം. ജനനായകൻ്റെ സംവിധായകൻ H. വിനോദാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ സമകാലീന രാഷ്ട്രീയവും അതുപോലെ തന്നെ മാസ് മസാല എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിജയിനെ പോലുള്ള ഒരു താരത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്നതിൻ്റെ ഒരു ബാധ്യത കൂടി അദ്ദേഹം തലയിലേറ്റിയിരിക്കുകയാണ്. കാരണം ഇതെങ്ങനെയായിരിക്കുമെന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണാൻ 10-21 ദിവസങ്ങളേ നമ്മുടെ മുമ്പിലുള്ളൂ. ഏതായാലും സിനിമ റിലീസാവുന്നതിന് മുന്നോടിയായി ഒരു വാർത്ത വന്നിരിക്കുകയാണ്. UK ചിത്രത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ദിനം ടിക്കറ്റ് ബുക്കിങ്ങിന് ലഭ്യമായിരിക്കുന്നത് റെക്കോർഡ് സെയിലാണ്. കാരണം ഇതിനു മുമ്പ് ലിയോ എന്ന ചിത്രം നേടിയെടുത്ത റെക്കോർഡിനെയാണ് ഇത് പഴങ്കഥയാക്കി മാറ്റിയത്. ലിയോ 10,000 ടിക്കറ്റുകളാണ് UK മാത്രം ആദ്യ ദിനം ചിലവായത്, 24 മണിക്കൂറുകൾ കൊണ്ട് ചിലവായത്. ഇപ്പോൾ ഇതാ ആ റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് ജനനായകൻ എന്ന ചിത്രം. ജനനായകന് ഇതുവരെ 12,700 ചില്ലാനം ടിക്കറ്റുകളാണ് വിൽപ്പന കഴിഞ്ഞിരിക്കുന്നത്. UK പോലുള്ളൊരു രാജ്യത്ത് ലഭ്യമാകുന്ന ഇത്രത്തോളം വലിയൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമില്ല. ആദ്യ ദിവസത്തെ കളക്ഷനാണെന്ന് ഓർക്കണം. ഈ ചിത്രം ഒരു ശരാശരിക്ക് മേൽ അഭിപ്രായമുണ്ടെങ്കിൽ അതൊരു വലിയ കളക്ഷൻ, ഒരുപക്ഷെ 1000 കോടി തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി കൊണ്ടുവരാൻ പ്രാപ്തമാക്കുന്ന ഒരു സിനിമയായിട്ട് ജനനായകൻ മാറിയേക്കാം എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ചിത്രം നല്ല അഭിപ്രായം നേടുകയാണെങ്കിൽ ഷുവറായിട്ട് എനിക്ക് പറയാൻ പറ്റും ഇതൊരു ആദ്യ 1000 കോടി തമിഴിൽ പറന്നു വീഴാൻ പോകുന്ന സിനിമയാണെന്ന്. കാത്തിരിക്കാം സിനിമയുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും H. വിനോദിൻ്റെയും തലപതി വിജയിൻ്റെയും കരിയറിലെ ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു സിനിമയായിട്ട് സിനിമ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിൻ്റെ തമിഴ് തെലുങ്ക് സിനിമകളിലെ മുന്നു വന്ന സിനിമകളുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. പക്ഷേ അതിൻ്റെ അനുരൂപങ്ങളല്ലാതെ അത് പക്ക ഒരു റീമേക്കായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനരുജ്ജീവനം നൽകുന്ന ഒരു സിനിമയായിട്ടല്ല, ഇത് വ്യത്യസ്തമായൊരു സിനിമയായിട്ടാണ് ഒരുക്കുന്നത്. വിജയിക്കും കൂട്ടർക്കും എന്തായാലും ഇതൊരു വിജയ ചിത്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കും.